ദൈവത്തിലൊക്കെ വിശ്വാസം ഉണ്ടോ? ഞാൻ ഭയങ്കര വിശ്വാസിയാ ശരിക്കും കാര്യമായിട്ട്. തെറ്റാ ഇല്ല. അല്ല ചിലവര് പറയുമല്ലോ ഞാനൊരു എത്തിസ്റ്റ് എനിക്ക് അങ്ങനെ വിശ്വാസം ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കാം ധ്യാൻ ചേട്ടൻ ദൈവത്തിലൊക്കെ വിശ്വസിക്കുന്ന? കാരണം ചിലപ്പോ ദൈവം ഉണ്ടെങ്കിലോ അപ്പൊ നമ്മള് പ്രാർത്ഥിച്ചില്ലെങ്കിൽ ദൈവം ഇല്ലാതെ നമുക്ക് അതിന്റെ ഒരു ഇത് കളയണ്ടല്ലോ. ഞാൻ അങ്ങനെ അമ്പലത്തിലൊന്നും പോയി പ്രാർത്ഥിക്കുന്ന, പക്ഷെ എപ്പോഴും ഒരു മനസ്സിലൊരു എപ്പോഴും ഒരു പ്രാർത്ഥനയും ഇതൊക്കെ ഉണ്ട്. അമ്മ പറയോ എടാ ഒന്ന് പോയി ദൈവത്തിന്റെ അടുത്ത് എന്തെങ്കിലും പ്രാർത്ഥിക്കടാന്നൊക്കെ? അങ്ങനെ നമ്മൾ അമ്പലങ്ങളിൽ പോയി പ്രാർത്ഥിക്കണമെന്നൊന്നുമില്ല. ഇപ്പൊ നമ്മളെ ചുറ്റുമുള്ള മനുഷ്യന്മാരൊക്കെ അല്ലേ നമ്മുടെ ദൈവം. ഫിലോസഫി അടിക്കും ഞാൻ. പിന്നെ ചേട്ടൻ, അച്ഛൻ, നമുക്ക് നമ്മളെ സഹായിക്കുന്ന എല്ലാവരും നമ്മുടെ ദൈവങ്ങളെ പോലെയാണ് ഞാൻ അവരെ കാണുന്നത്. അമ്മ ഒക്കെ നമ്മുടെ ദൈവങ്ങളാണ്. SmileyTrips.com, India's #1 travel and tourism company. നിങ്ങളുടെ ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ ടൂർ പ്ലാനുകൾ സുഗമമായി ക്രമീകരിക്കും SmileyTrips.com. കൂടുതൽ വിവരങ്ങൾക്ക് SmileyTrips.com വെബ്സൈറ്റ് സന്ദർശിക്കുക. അപ്പൊ നമുക്കിനി അച്ഛന്റെ കാര്യത്തിലേക്ക് വരാം. ഞാൻ അന്ന് ചോദിച്ചു അച്ഛന്റെ സുഖമല്ലേ ചോദിച്ചപ്പോ യെസ് എന്ന് പറഞ്ഞു. ഇനി ധ്യാൻ ചേട്ടൻ അത് പറയണ്ട, സുഖമാണെന്നുള്ള കാര്യം. ഇപ്പൊ അച്ഛൻ പുറത്തേക്ക് ഇറങ്ങി തുടങ്ങി, സംസാരിച്ചു തുടങ്ങി, ആളുകളൊക്കെ ഇപ്പോഴും ചിരിപ്പിച്ചോണ്ടിരിക്കുക, നല്ല തഗ്ഗ അടിക്കുന്നുണ്ട്. അതെ, എല്ലാരും പറയുന്നത് ഇപ്പോഴും ആ ഒരു തമാശ ഇത് ഇപ്പോഴും മാറിയിട്ടില്ല എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പൊ ഇപ്പൊ എനിക്കൊന്ന് കുറച്ചും കൂടെ പുറത്തൊക്കെ ഇറങ്ങി ഹെൽത്ത് ഒക്കെ ഒന്ന് നോക്കി ആയിട്ടുണ്ട് തോന്നണല്ലേ? അതിനുശേഷം പുള്ളി അച്ഛൻ സിനിമയിൽ അഭിനയിച്ചല്ലോ ചേട്ടന്റെ കൂടെ. കുറുക്കൻ എന്ന് പറഞ്ഞൊരു സിനിമയിൽ അഭിനയിച്ചു അച്ഛനും ചേട്ടനും, പിന്നെ നിന്റെ ഷൈൻ ചേട്ടനും. അപ്പോ അല്ലേ? അപ്പോ നമ്മുടെ ഷൈൻ ചേട്ടൻ അല്ല, നിന്റെ ഷൈൻ ചേട്ടൻ, നമ്മുടെ ഷൈൻ ചേട്ടൻ. അങ്ങനെ പറയരുത്. അപ്പൊ നമ്മളൊക്കെ അന്യരല്ലേ? അങ്ങനെ പറയരുത് ധ്യാൻ ചേട്ടാ. നമ്മുടെ ധ്യാൻ ചേട്ടൻ, നമ്മുടെ ഷൈൻ ചേട്ടൻ അല്ലേ? ഈസ്റ്റർ ഷൈനോട് ആഘോഷിച്ചതിന് ശേഷമാണല്ലോ വിഷു നീ എന്റെ കൂടെ ആഘോഷിക്കാൻ വന്നിരുന്നത്. നീ എന്തുകൊണ്ട് ഈസ്റ്റർ എന്റെ കൂടെ ആഘോഷിച്ചിട്ട് വിഷു ഷൈൻ്റെ കൂടെ ആഘോഷിച്ചില്ല? ആദ്യം അല്ലല്ല, ഈസ്റ്ററിനെ പറ്റി കൂടുതൽ പറയാൻ പറ്റുന്നത് ചിലപ്പോ ഷൈൻ ചേട്ടനായിരിക്കും. എന്താ പുള്ളി ഈസ്റ്ററിന് ഈസ്റ്ററിനെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ ധ്യാൻ ചേട്ടൻ അറിയോ പറയാനായിട്ട്? പിന്നെ ഈസ്റ്ററിനെ കുറിച്ച് ഞാൻ അറിയാവുന്നു. ഞാൻ ക്രിസ്ത്യാനി, എന്റെ ഭാര്യ ക്രിസ്ത്യാനിയല്ലേ. ഫുൾ ഈസ്റ്റർ സമയത്ത് ഞാനല്ല അവളുമായിട്ട് ഫുൾ ഇതല്ലേ. അത് ശരിയായിരുന്നു. അപ്പൊ ഞാൻ ഈസ്റ്റർ ആഘോഷിക്കാനല്ലേ ഇങ്ങോട്ട് വന്നു തന്നെ. എന്നാ അടുത്താണ് റംസാൻ ആഘോഷിക്കാൻ ധ്യാൻ ചേട്ടൻ്റെ അടുത്തേക്ക് വരാം. ശരി. അപ്പൊ എന്താ നമ്മള് നിർത്തി? അച്ഛൻ അതുകൊണ്ട് സുഖമായിരിക്കുന്നു. അച്ഛൻ ഇങ്ങനെ വീട്ടിലിരിപ്പുണ്ട്, ഇരിക്കുന്നുണ്ട്. ഇപ്പൊ ഇന്ന് തമാശയൊക്കെ പറയുന്നുണ്ടല്ലോ. സംസാരിച്ചു തുടങ്ങിയപ്പോ ധ്യാൻ ചേട്ടൻ്റെ നല്ല കിട്ടണ്ട. ഇല്ലല്ലോ, പുള്ളി ഇപ്പൊ എന്നെ പറ്റിയില്ലല്ലോ. പുള്ളി ഒരു ആവശ്യമില്ലാത്ത സംസാരിക്കണോ? ചോദ്യം എന്താ കറക്റ്റ്? അപ്പൊ അത് നീ അത് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഞാൻ കൃത്യമായിട്ടുള്ള മറുപടി പറയും. കാര്യം മനസ്സിലായില്ലേ? എഴുതി വെച്ച ചോദ്യം എന്താ? അത് പറഞ്ഞു. ഞാൻ എഴുതി ഒന്നും വെച്ചിട്ടില്ല. അത് എന്താ സംഭവം ഇപ്പൊ എല്ലാവർക്കും അറിയാലോ. അച്ഛൻ ഇങ്ങനെ വന്ന് പറയുന്നുണ്ടായിരുന്നു. പണ്ട് ആരോ ഇങ്ങനെ ചാനലിൽ ഇങ്ങനെ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞു. നമ്മുടെ പ്രേം നസീർ സാർ ഇങ്ങനെ വന്നിട്ട് ഒരു അവസരം ചോദിച്ചു, ഇങ്ങനെ ആൾക്ക് ഡയറക്ട് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്തൊരു പടം ചെയ്യണം എന്ന് പറഞ്ഞപ്പോ ബാക്കി ഞാൻ പറഞ്ഞു. അത്രയും മതിയോ? പിന്നെ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാ അതിനെപ്പറ്റി ഞാൻ അഡ്രസ്സ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെപ്പറ്റി, കാരണം നമ്മൾ ഏറ്റവും മലയാള സിനിമയിൽ തന്നെയുള്ള ഇത്രയും വലിയ രണ്ടാൾക്കാരുടെ ഇടയിൽ നടന്ന ഒരു, അല്ലെങ്കിൽ അവർക്കിടയിൽ മാത്രം, അല്ലെങ്കിൽ അവർക്കിടയിൽ ഉണ്ടായിട്ടുള്ള ഒരു സംസാരമാണല്ലോ. നമ്മൾ പറയാൻ ആരുമില്ല. അപ്പോൾ സ്റ്റിൽ പറയണമെങ്കിൽ നമ്മളൊരു ചെറിയ സംഭവം തുടങ്ങേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ സംഭവം ഉണ്ടാകുന്ന സമയത്ത് ഞാനൊരു യാത്ര പോയിരിക്കുകയായിരുന്നു. വൈഫും മോളും ഒക്കെ ആയിട്ട് ഞാനൊരു ചെറിയൊരു യാത്ര പോയിരുന്നു. വെച്ചാൽ പുറത്തോട്ട് ഒരു യാത്ര പോയിരുന്നു. അപ്പോഴാണ് ഞാൻ ഈ വാർത്ത കാണുന്നത്. അപ്പം ഒരു സംഭവം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നെഗറ്റീവ് മീഡിയ എക്സ്പോഷർ എന്നൊക്കെ പറയുന്ന പോലെ നെഗറ്റീവ് മീഡിയ ഇൻഫ്ലുവൻസ് ഉണ്ട്. ഇപ്പം നമ്മളൊക്കെ ഇപ്പോൾ ചിറ്റ് ചാറ്റ്, ഹാപ്പീസ്, കണ്ടന്റ്, അതൊക്കെയല്ലേ നമ്മുടെ കണ്ടന്റ്. പക്ഷെ എല്ലാവരും അങ്ങനെ കണ്ടന്റ് ഇടുന്ന ആൾക്കാരല്ല. എല്ലാവർക്കും എന്തെങ്കിലും ഒരു ടോക്സിക് ആയിട്ടുള്ള സാധനം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ കോൺട്രവേഴ്സി ആക്കി അത് വലുതാക്കി, അത് നമ്മൾ പറയുമ്പോഴേ അത് വലുതാവുള്ളൂ, അത് വേറെ കാര്യം.